അടുത്തൊരു പോയിന്റാണ് വ്യായാമം അഥവാ എക്സസൈസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് കുറെ അധികം ആളുകൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഈ എക്സസൈസ് എന്നുള്ളത്. നമുക്ക് ജിം ഉണ്ട്, കാർഡിയോ എക്സസൈസുകൾ ഉണ്ട്, അതുപോലെ തന്നെ യോഗ, പ്രാണായാമ ടെക്നിക്സ്, ഇത്തരം വ്യത്യസ്ത രീതിയിലുള്ള വ്യായാമ മുറകളിലൂടെയൊക്കെ ആളുകൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അത് അതിന്റെ ഭാഗമാക്കി മാറ്റുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. എന്നിരുന്നാലും വ്യായാമത്തെ കുറിച്ചിട്ട് നമ്മുടെ സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ലാഘവം കർമ്മ സാമർഥ്യം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരം നല്ല ലൈറ്റ് ആക്കി വെക്കാൻ സഹായിക്കും. അത് ശരിയാണല്ലേ? ദിവസവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, വ്യായാമം ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാവും, നമ്മുടെ ബോഡി ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി കർമ്മ സാമർഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനിയോ ദീപ്തോ അഗ്നിർ മേധസഹക്ഷയം. ദീപ്തോ അഗ്നി വെച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനിയോ മേധസഹക്ഷയം, നമുക്കറിയാലേ, മേധസ് എക്സസീവ് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബേൺ ഔട്ട് ചെയ്ത് നമ്മുടെ ഫിസിക്ക് പ്രോപ്പർ ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കും. വിബദ്ധ ഘനഗാത്രത്വം, അത് പറഞ്ഞാലും അതിൻ്റെ അകത്ത് നമ്മുടെ ഫിസിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ നമുക്ക് സാധിക്കും. നല്ല ടോൺഡ് ആയിട്ടുള്ള മസിൽസ്, അതുപോലെ തന്നെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് വ്യായാമം കൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങൾ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും, ഇനിയും ആരെങ്കിലും ഒക്കെ ദിവസവും വ്യായാമം ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മള് കുറെ അറിവുകൾ കിട്ടിയിട്ട് കാര്യമില്ല, അത് ജീവിതത്തിൽ പ്രയോഗിച്ചിട്ട് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ കിട്ടിയ അറിവിനെ കൊണ്ടുള്ള പ്രയോജനം നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പോൾ ഇതുപോലെ വ്യായാമം ഡെയിലി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ എല്ലാവർക്കും ഒരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.